ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വരയും സൊറയും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു വലിയ താങ്ക്സ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിന്നും എനിക്ക് 5 സബ്സ്ക്രൈബേഴ്സാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇത് എനിക്ക് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ 5 സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ വീഡിയോ ഇടുന്നത്. അതായത് ഒരു 3-4-5 ദിവസം, അല്ലെങ്കിൽ ഡെയിലി ഇടണം എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ 2 ദിവസത്തിൽ 3 ദിവസത്തിൽ ഒരിക്കൽ ഇടണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതിപ്പോൾ കുറച്ചായി, ഒരു നിയർലി ഒരു 5 ഡേയ്സോളം ആയി. അപ്പം എന്താണ് കാരണം എന്ന് നിങ്ങൾ ചോദിച്ചാൽ, കഴിഞ്ഞ വട്ടത്തെ പോലെ ആർക്കും ഇവിടെ ജലദോഷം പനി വന്നിട്ടൊന്നും അല്ല ഇങ്ങനെ ആയത്. സംഭവം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാനൊരു കോർപ്പറേറ്റ് അടിമയാണ്. ഞാൻ വളരെ നേരത്തെ പണിക്ക് പോയിട്ട് കറക്റ്റ് ഒരു 5-5:30 ആകുമ്പോൾ ഇറങ്ങണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ ഒരു 5:15 ആകുമ്പോൾ ഒന്നെങ്കിൽ എൻ്റെ ബോസ് അല്ലെങ്കിൽ എൻ്റെ ബോസിൻ്റെ ബോസ് എന്നെ വിളിക്കും. എന്നിട്ട് അതെന്താ മോനെ ചെയ്യാത്തത്, ഇതെന്താ മോനെ ചെയ്യാത്തത്, ഇതിപ്പോൾ തന്നെ കൊടുക്കണം എന്നറിയില്ലേ, ഇതിപ്പോൾ കൊടുത്തില്ലെങ്കിൽ കമ്പനി മൂക്കൂത്തുമെന്നറിയില്ലേ. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നാലും ഇവർ പറയുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇരിക്കൊരു 1.5 മണിക്കൂർ. അങ്ങനെയാണ് ഒരു 2-3 ദിവസമായിട്ട് വരയ്ക്കാൻ പറ്റില്ല. പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവരുടെ ചൂടും കഴിഞ്ഞു. പിന്നെ ഇപ്പം കുറച്ച് സമയം കിട്ടി, 2 ദിവസം ഇരുന്ന് വരച്ചു. നമ്മുടെ ആനക്കുട്ടന് ഒരു ബേസ് കളർ കൊടുത്തു. അതിൻ്റെ മുകളിൽ കുറച്ച് ചെറുതായിട്ട് മിനുക്ക് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ചെറിയ ഡൗട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്, കൊക്കിലൊതുങ്ങാത്തതാണോ കൊത്തി തുടങ്ങിയതെന്ന്. കാരണം ഓരോ ലെയറായിട്ട് ഇട്ട് വന്നിട്ടും നമ്മൾ മനസ്സിലൊരു സംഭവം നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ, അതേപോലെ എത്തണമെങ്കിൽ ഇനിയും കുറച്ചധികം പണിയെടുക്കണമെന്ന് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം. ആൻഡ് ലെറ്റ്സ് സീ നമ്മുടെ കൊമ്പനാനക്കുട്ടൻ എത്രത്തോളം ഭംഗിയാവുമെന്ന്. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Bye.